ചേട്ടനെ കൊണ്ട് ഇങ്ങനെ പൂ കെട്ടിക്കുന്ന കാണുമ്പോഴത്തേക്കും ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് ഓഫ് കോഴ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആൻഡ് യെസ്, എൻ്റെ സ്പെഷ്യൽ പേഴ്സണെ ഞാൻ ഇങ്ങനെ എതിർക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങോട്ടുള്ള പോക്ക് കാണുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാക്കാമല്ലോ. യെസ്, മൈ ഈസ് കമ്മിങ്. വളരെ സർപ്രൈസ് ആയിട്ടാണ് വരുന്നത്. രാവിലെയാണ് വിളിച്ച് പറയുന്നത് ഞാൻ ഇന്ന് എത്തൂട്ടോ എന്ന്. എന്നോടും മാർഷേട്ടനോടും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇവിടെ വിളിക്കാനായിട്ട് ചെന്നിരിക്കുകയാണ്. ആൻഡ് ഇവിടെ A7 നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തൊന്നും പൊട്ടി പോലും കാണാനില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിൽക്കുന്നതിൻ്റെ ഇച്ഛ. പിന്നെ ആ എക്സൈറ്റ്മെൻറ്റിൻ്റെയും ഓട്ടത്തിൻ്റെയും ഇടയിൽ ഇച്ഛ ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഫുട്ടേജ് എടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. എനിവേ അതിനുശേഷം ഇവിടെ തുടങ്ങുകയാണ് ഞങ്ങളുടെ യാത്ര കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ അടുത്തിരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഈ കാണുന്ന ആകാശത്തിന് ഭയങ്കര നീലയായിട്ടും മരങ്ങൾക്കൊക്കെ ഭയങ്കര പച്ചയായിട്ടും തോന്നും. എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്യ. എനിവേ അമ്മച്ചീനെയും അപ്പച്ചനെയും സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് പോവാണ്. അവർക്കറിയില്ല വരുന്നുണ്ട് എന്നുള്ളത്. അപ്പച്ചൻ്റെ എക്സ്പ്രഷൻ നോക്കി. ഇനി നമുക്ക് അമ്മച്ചിയുടെ അടുത്ത് പോവാം. അറേ വാ, എന്താണെങ്കിലും ഇവരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇനി അടുത്ത ഒരാളെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് പോവാണ്. വേറെ ആരെയല്ല, ചേച്ചീനെയാണ്. പിന്നീട് ഇവിടെയുള്ള ഫുട്ടേജസ് എടുക്കാനായിട്ട് മറന്നുപോയി. ആൻഡ് ഇത്രയുള്ള ഇന്നത്തെ ദിവസം. ടാറ്റാ ബൈ ബൈ.